എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ക്രിസ്മസ് പുൽക്കൂടിൻ്റെ വീഡിയോ ആയിട്ടിടെ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ പുൽക്കൂട് അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതും അതിനെക്കുറിച്ചുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മളതിനായിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ തന്നെയാണ് കേട്ടോ ഈ പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിലത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് കൊണ്ടിട്ട് പുൽക്കൂട് നമുക്ക് പൊക്കി വയ്ക്കാനായിട്ട് ഇഷ്ടികയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്തത്. അങ്ങനെ മണ്ണിലെ കട്ടയും കല്ലും ചപ്പ ഇതൊക്കെ ഇട്ട് കളഞ്ഞ് ഒരു നിരത്തി ലെവലാക്കി എടുത്തു. പിന്നെ നമുക്ക് വയൽ കൊടുക്കാൻ വേണ്ടി പാടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് മാർക്കിംഗ് ഒക്കെ കൊടുത്ത് ചെളി കുഴച്ചിട്ട് അതിന് വരമ്പ് പിടിപ്പിച്ചെടുത്തു. നമ്മൾ കുറേ നേരം ചെയ്തിട്ടാണോ ഇത്രയും ഇങ്ങനെ ഒരു ലുക്കിലായത് ഇത്. പിന്നെ നമുക്ക് തേനയാണെങ്കിലും നമ്മൾ വിതയ്ക്കണേ മുളച്ച് വയൽ പോലെ നിൽക്കാനായിട്ട്. അപ്പോൾ അതിന് ആദ്യം മണ്ണ് കുറച്ചെടുത്ത് മാറ്റി കുറച്ചും കൂടി ഉണ്ട് കട്ടയൊക്കെ അതൊക്കെ പൊട്ടിച്ചിട്ട് തിന വിതറിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മണ്ണുണ്ടല്ലോ അത് കട്ടയൊക്കെ പൊട്ടിച്ചത് ഇതിൽ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക. തിന വിതറുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുത്താലാണ് മുളയ്ക്കുമ്പോൾ നമുക്ക് ആ പാടം കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഗ്യാപ്പ് വന്ന രസക്കുറവുണ്ടാവും, ഒരു ഭംഗി കുറവുണ്ടാവും, നല്ല പച്ചപ്പ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അടുത്തിട്ടിട്ട് തന്നെ വരച്ച് അതിൻ്റെ മുകളിൽ കൂടെ മണ്ണൊക്കെ തൂളി കൊടുത്തു. ഒരു 2 ദിവസം എടുത്തു. 2ാമത്തെ ദിവസം പതുക്കെ ഇതൊക്കെ മുളച്ചു തുടങ്ങിയായിരുന്നു. നമ്മൾ അതിൽ നടുക്കിൽ വഴിയായിട്ട് കൊടുത്ത് കുറച്ച് മണലിങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ച് ഭംഗിയുണ്ട് കാണാനായിട്ട്. വെറുതെ കിടക്കണേക്കാൾ ഭംഗിയില്ലേ ഇങ്ങനെ മണലിട്ടപ്പോൾ. പിന്നെ അത് നമ്മളൊരു കിണർ, പാടത്തിലൊരു കിണർ അല്ലെങ്കിൽ കുളം പോലെ സെറ്റ് ചെയ്തതാണ്. സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പുൽക്കൂട്ടിലേക്ക് കയറാൻ. പിന്നെ ക്രിസ്മസ് ട്രീ എടുത്തത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വീട്ടിൽ വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്, അതൊക്കെ ചെയ്യുന്നതൊക്കെ എഡിറ്റ് ചെയ്യുമൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത് ഉള്ളപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെ എടുത്തപ്പോൾ അതൊരു ക്ലിയറായി ഉണ്ടായില്ല, അത് വൃത്തി ഉണ്ടായില്ല. പുൽക്കൂട് ഉണ്ടാക്കാൻ നേരത്തെ ഏട്ടൻ സഹായത്തിനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല, സുഖമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. നമ്മൾ കുറച്ച് സ്റ്റാറും ബെല്ലൊക്കെ മേടിച്ചിട്ട് ക്രിസ്മസ് ട്രീമേ ഇട്ട് കൊടുത്ത് ഒരു ഗ്രീൻ മാല ബൾബ് ഇട്ട് കൊടുത്തു. മൂന്നാല് ദിവസം എടുത്തു നമുക്കിത് ചെയ്ത് ഫുള്ളാക്കാനായിട്ട്. കുറച്ചായിട്ട് ചെയ്ത് ഒറ്റയടിക്കെല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് സമയം മുൻപ് നോക്കിയനുസരിച്ച് എങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ഉള്ളിൽ വെക്കുന്ന പുൽക്കൂട് ചെയ്താണ് ഇത്. നമ്മൾ മേടിച്ചിട്ട് കുറച്ചായി, 5-6 വർഷമായതാണ്. അപ്പോൾ എന്നിങ്ങനെ തന്നെ വെക്കാറല്ല കൊല്ലം. ഈ പ്രാവശ്യം ഒന്ന് വെറൈറ്റിക്ക് അതൊന്ന് പെയിൻ്റ് അടിച്ച് പിള്ളേർക്ക് കളർ ഇരിക്കണ്ടായിരുന്നു, വാട്ടർ കളർ. അതെടുത്തിട്ട് ഒന്ന് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഭംഗിയുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിച്ചതാണ്. കുഴപ്പമുണ്ടായില്ല, വൃത്തിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങനെ തന്നെ ഇത് തിരിച്ചാണ്ട് വെച്ചിട്ട് പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുൽക്കൂട്ടിൽ വെച്ചത്. അങ്ങനെ രാത്രി സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ ഇത് എവിടെയൊക്കെ വെക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. ഇതാണ് നമ്മുടെ രാത്രിയുള്ള ലുക്ക് കേട്ടോ. അത് തന്നെയൊക്കെ അത്യാവശ്യം മുളച്ച് ഹൈറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുൽക്കൂട്ടിൽ ആ രൂപങ്ങളൊക്കെ വെക്കാൻ പകൽ നോക്കിയപ്പോൾ വീഡിയോ എടുക്കാൻ ആരുമില്ല. അപ്പോൾ രാത്രി എല്ലാവരും ഉള്ള സമയത്ത് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി ആയപ്പോഴാണ് ഇതൊക്കെ നമ്മൾ ചെയ്തത്. നിങ്ങളെല്ലാവരും വീട്ടിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും? പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെല്ലാം പുൽക്കൂട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അല്ല വീഡിയോ ഫുള്ളും ഒന്ന് കാണാൻ എല്ലാവരും ശ്രമിക്കണേ. പുൽക്കൂട് ഉണ്ടാക്കാൻ സഹായികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് രാത്രിയിൽ ആ ഉണ്ടാക്കിയ സമയത്തൊന്നും നമ്മൾ ബൾബ് ഇതൊന്നും ഇട്ടിട്ടുണ്ടായില്ലല്ലോ. ഇതിനെ മുളച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയിൽ മുളച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ പൂച്ച എന്തോ കയറിയെന്ന് തോന്നുന്നു. അതിലെന്തോ ആക്കിയിട്ട് കുറച്ച് ഭാഗത്ത് പുല്ലൊക്കെ അങ്ങനെ പതുക്കെ കരിഞ്ഞു പോയി തുടങ്ങി. എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പം ഇതാണ് നമ്മൾ രാത്രിയിൽ ഫുള്ള് സെറ്റ് ചെയ്ത പുൽക്കൂടിൻ്റെ ഇത്. ആ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ചുമരുമ്മ ഒട്ടിക്കുന്ന ക്ലിപ്പില്ലേ, ഇങ്ങനെ കുളത്തല്ല ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടുള്ള അങ്ങനത്തെ ക്ലിപ്പ് മേടിച്ച് ഒട്ടിച്ചിട്ട് അതുമോടെ ആ പച്ച ഇത് മേടിച്ചിട്ട് ഇങ്ങനെ ആക്കുക ചെയ്തത്. പിന്നെ നമ്മൾ മാല ബൾബ് അടിക്കുമ്പോഴേ ഒരു സ്റ്റാറിൻ്റെ മാല ബൾബ് ഞാൻ കണ്ടു. ആദ്യമായിട്ടാട്ടെ ഇങ്ങനത്തെ മാല ബൾബ് കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ട് വന്നിട്ട് അതാണ് നമ്മൾ ഇട്ട മാല ബൾബ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഇങ്ങനത്തെ മാല ബൾബ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ.
ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. പിന്നെ കുറച്ച് കരിഞ്ഞു പോയെന്ന് പറഞ്ഞത് ഇങ്ങനെയാട്ടോ. ഞാൻ എല്ലായിടത്തും അങ്ങനെ കരിഞ്ഞിട്ടുമില്ല, ചില സ്ഥലത്ത് മാത്രമേ ഉണ്ടായുള്ളൂ. ഇവിടെയൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. പുൽക്കൂട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.